നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ മിസ്റ്റർ റെഡ്, നീ മാത്രമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്കൊരു ശിക്ഷ എന്നാണ്. നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകണം. ബാക്കിയുള്ള ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കിക്കോളാം. ഇപ്പൊ നമ്മുടെ ഈ മെഹർ ആയിട്ടുള്ള ശശാങ്ക മേസ്ത്രി പറയാണ്. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ നമ്മുടെ മിസ്റ്റർ റെഡ്. പോകുന്ന വഴിക്ക് പലരും വെറുതെ ചൊറിയുന്നുണ്ട്. ഈ സമയത്ത് ഒരു അമ്മ പക്ഷി കുറെ എന്താ പറയാ ഒരു 10-25 കുട്ടികളുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ മിസ്റ്റർ റെഡ് പറയുന്നത് ഇവര് മറ്റേ ഫാമിലി പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വെച്ചാല് ആ ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ. വീണ്ടും വീണ്ടും ചൊറിച്ചില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ, അതായത് ഇവര് ആ ഒരു മൈറ്റി ഈഗിൾ ഉണ്ടല്ലോ, വലിയ ദൈവത്തെ പോലെ കണക്കാക്കുന്ന ഒരു കഴുകൻ, അതിന്റെ ഒരു പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. 6 പാക്ക് ഒക്കെ ആയിട്ട് നല്ല ബോഡി ഒരു പ്രതിമയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ദൈവം, നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിസ്റ്റർ റെഡിന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മൈറ്റി ഈഗിളിന്. അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു